ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 2 സ്റ്റേജ് ഒപ്പാമ്പിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 2 സ്റ്റേജ് ഒപ്പാമ്പിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അതിനകത്ത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ മില്ലർ കോമ്പൻസേഷനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിരുന്നു. അന്നേരം ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഡിസൈൻ ഓഫ് 2 സ്റ്റേജ് ഒപ്പാമ്പ്. ഓക്കെ, അന്നേരം ഡിസൈൻ ഓഫ് 2 സ്റ്റേജ് ഒപ്പാമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദാറ്റ് സർക്യൂട്ട് ഡയഗ്രാം. അതിൻ്റെ ഒരു 2 സ്റ്റേജ് ഒപ്പാമ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. കാരണം 2 സ്റ്റേജ് ഒപ്പാമ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ മില്ലർ കോമ്പൻസേഷൻ്റെ സമയത്തെല്ലാം നമ്മൾ വരച്ചതാണ്. അന്നേരം ആ സെയിം ഡയഗ്രാം തന്നെയാണ് ഇവിടെയും. എല്ലായിടത്തും ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ച് പഠിക്കുക. ഈ ഒരു ഡയഗ്രത്തിന് തേർഡ് മൊഡ്യൂളിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അന്നേരം ദിസ് ഈസ് ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ 2 സ്റ്റേജ് ഒപ്പാമ്പ്. അന്നേരം 2 സ്റ്റേജ് ഒപ്പാമ്പിൽ ഒരു ഡിഫറൻഷ്യൽ പെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. M1 M2 ഡിഫറൻഷ്യൽ പെയർ കാണാൻ പറ്റും. ആ ഒരു ഡിഫറൻഷ്യൽ പെയറിന് ഒരു കറണ്ട് മിറർ സർക്യൂട്ട് ലോഡായിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ മൊത്തം ഇത്രയും സർക്യൂട്ടിന് നമ്മളൊരു കോമൺ ബയാസ് പൊട്ടൻഷ്യൽ കൊടുക്കണം. അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബയാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബയാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് M5 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. ഇവിടെ നമ്പർ ഞാൻ ഇട്ടില്ല. അന്നേരം ദിസ് ഈസ് M5 ട്രാൻസിസ്റ്റർ M5. പിന്നെ നമുക്ക് പോൾ കോമ്പൻസേഷനും പോളും സീറോയും ഒക്കെ നമുക്ക് ഫ്രീക്വൻസി കോമ്പൻസേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്യൂട്ടും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി ബേസിക് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ 2 സ്റ്റേജ് ഒപ്പാമ്പ്. സോ when we are considering the design part of 2 stage op-amp, we have to design each and every transistor is used in this circuit, and also we have to design the capacities, the values of that capacities CC and CL like that. ഓക്കെ, അന്നേരം ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ട്രാൻസിസ്റ്റേഴ്സും അതേപോലെ കപ്പാസിറ്റീസും എല്ലാം നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ ഡിസൈൻ പാർട്ടിലോട്ട് പോകാം. ഡിസൈൻ പാർട്ടിൽ ആദ്യം നമ്മൾ നോക്കുന്നത്, the design procedure begins by choosing a device length to be used throughout the circuit. ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ ഡിവൈസിൻ്റെ ലെങ്ത് ആണ്. അന്നേരം ഡിസൈൻ പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസിങ് ഡിവൈസ് ലെങ്ത്. നമ്മുടെ സർക്യൂട്ടിൽ മൊത്തത്തിൽ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ ലെങ്ത് ആണ്. ദിസ് വാല്യൂ വിൽ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ചാനൽ ലെങ്ത് മോഡുലേഷൻ പാരാമീറ്റർ. അന്നേരം ഈ ഡിവൈസ് ലെങ്ത് ആണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ചാനൽ ലെങ്ത് മോഡുലേഷൻ പാരാമീറ്ററിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഡിസൈൻ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വെച്ചാണ്? നമ്മൾ എന്ത് ചൂസ് ചെയ്തുകൊണ്ടാണ്? ഡിവൈസ് ലെങ്ത് ചൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിസൈൻ പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം ആദ്യം നമുക്ക് ഡിവൈസ് ലെങ്ത് ചൂസ് ചെയ്യാം. അന്നേരം ഈ ഡിവൈസ് ലെങ്തിനുള്ള പ്രാധാന്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിവൈസ് ലെങ്ത് ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ചാനൽ ലെങ്ത് മോഡുലേഷൻ പാരാമീറ്റർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, which will be necessary parameter in the calculation of amplifier gain. അന്നേരം ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലെ ഏറ്റവും വലിയ പാരാമീറ്ററാണ് ഏതെന്ന് പറയുന്നത്? ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. അന്നേരം ഈ ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറയുന്നതാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും നിർണായക ഘടകം. അന്നേരം ആ ചാനൽ ലെങ്ത് മോഡുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡിവൈസിൻ്റെ ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണ്. അന്നേരം ഫസ്റ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ചൂസ് ചെയ്തുകൊണ്ടാണ്? ഡിവൈസ് ലെങ്ത് ചൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഹാവിങ് ചൂസൺ ദ നോമിനൽ ട്രാൻസിസ്റ്റർ ഡിവൈസ് ലെങ്ത്, നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ട്രാൻസിസ്റ്ററിൻ്റെ ഡിവൈസ് ലെങ്ത് ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ് ദ മിനിമം വാല്യൂ ഫോർ കോമ്പൻസേഷൻ കപ്പാസിറ്റർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മിനിമം വാല്യൂ, കോമ്പൻസേഷൻ കപ്പാസിറ്ററിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. മിനിമം വാല്യൂ ഫോർ കോമ്പൻസേഷൻ കപ്പാസിറ്റർ CC. അന്നേരം ഫസ്റ്റ് സ്റ്റെപ്പ് ഡിവൈസ് ലെങ്ത് ചൂസ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിനിമം വാല്യൂ, കോമ്പൻസേഷൻ കപ്പാസിറ്ററിൻ്റെ മിനിമം വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പ്ലേസിംഗ് ദ ഔട്ടർ പോൾ P2 2.2 times higher than the gain bandwidth permitted a 60 degree phase margin. അന്നേരം നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രീക്വൻസി കോമ്പൻസേഷൻ വേണ്ടിയിട്ട് പോകുന്നത്? ടു അച്ചീവ് ബെറ്റർ ഫേസ് മാർജിൻ അല്ലേ? നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? ബെറ്റർ ഫേസ് മാർജിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
വാട്ട് ഈസ് ദി ബെറ്റർ വാല്യൂ ഓഫ് ഫേസ് മാർജിൻ? നമുക്ക് ഒരു എന്താണ് ഇതിൻ്റെ കേസിൽ, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ കേസിൽ ബെറ്റർ വാല്യൂ എന്ന് പറയുന്നത്, ഫേസ് മാർജിൻ്റെ ബെറ്റർ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എബോവ് 45 ഡിഗ്രി അല്ലേ, 45 ഡിഗ്രിക്ക് എബോവ് ആയിരിക്കണം. പക്ഷേ പ്രാക്ടിക്കലായിട്ട് കോമൺ കേസസിൽ വി ആർ സെലക്ടിങ് ദ വാല്യൂ ആസ് 60 ഡിഗ്രി. ഓക്കെ, നമ്മൾ 60 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ ആ വാല്യൂ സെലക്ട് ചെയ്യുന്നത്. സോ പ്ലേസിങ് ദ ഔട്ടർ പോൾ P2 എന്ന് പറയുന്ന ഔട്ടർ പോൾ 2.2 times higher than the gain bandwidth permitted a phase margin of 60 degree. അന്നേരം നമ്മൾ ഈ ഔട്ടർ പോൾ P2 എന്ന് പറയുന്നത് ഏതാണ്ട് 2.2 times ഗെയിൻ മാർജിനെക്കാട്ടിയും കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയിൽ നിലനിർത്താൻ പറ്റും? 60 ഡിഗ്രി നിലനിർത്താൻ പറ്റും. അന്നേരം ഈ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ യു ഹാവ് ടു റെഫർ ദ പ്രീവിയസ് വീഡിയോ ദാറ്റ് ഐ അപ്ലോഡഡ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇതിൻ്റെ കേസിൽ എന്താണ് ഈ മില്ലർ കോമ്പൻസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ളത്, മില്ലർ കോമ്പൻസേഷൻ്റെ അതിൻ്റെ മുമ്പിലത്തെ ആ 2 വീഡിയോസ് കണ്ടിട്ട് ഈ ഒരു കൺസെപ്റ്റ് എന്താണ് ഈ ഫേസ് മാർജിൻ 60 ഡിഗ്രി വരുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി, അന്നേരം മനസ്സിലാവും. ഓക്കെ, സോ പ്ലേസിംഗ് ദ ഔട്ടർ പോൾ P2 2.2 times higher than the gain bandwidth permitted a phase margin of 60 degree. അതേപോലെ നമ്മൾ അവിടെ ഒരു പോൾ ഇൻട്രൊഡ്യൂസ് ആവുന്നു എന്ന് പറഞ്ഞു അല്ലേ, മില്ലർ കോമ്പൻസേഷൻ്റെ കേസിൽ ഒരു പോൾ ഇൻട്രൊഡ്യൂസ് ആവുന്നു എന്ന് പറഞ്ഞു. അസ്യൂമിങ് ദാറ്റ് ദ റൈറ്റ് ഹാൻഡ് പോൾ 0, റൈറ്റ് ഹാൻഡ് പോളിൽ ഒരു 0 ഇൻട്രൊഡ്യൂസ് ആവുന്നു എന്ന് പറഞ്ഞു. അസ്യൂമിങ് ദാറ്റ് ദ റൈറ്റ് ഹാൻഡ് പ്ലെയിൻ 0 Z1 ഈസ് പ്ലേസ്ഡ് അറ്റ് ഓർ ബിയോണ്ട് 10 times ഗെയിൻ ബാൻഡ് വിഡ്ത്ത്. അന്നേരം നമ്മൾ ഈ 0 പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താണ് 10 times ബിയോണ്ട് ആയിട്ടാണ്, എന്താ ഗെയിൻ ബാൻഡ് വിഡ്ത്തിനെക്കാട്ടിയും ബിയോണ്ട് ആയിട്ട് 10 times ആണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്, 0 പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ദീസ് കണ്ടീഷൻസ് വി ക്യാൻ സെലക്ട് ദ വാല്യൂ ഫോർ മിനിമം വാല്യൂ ഫോർ ദ കപ്പാസിറ്റൻസ് CC. അന്നേരം ഈ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഈ കപ്പാസിറ്റർ CC എന്ന് പറയുന്ന കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ മിനിമം വാല്യൂ സെലക്ട് ചെയ്യുന്നത്. അന്നേരം CCയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് CC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.2 divided by 10 into CL. അന്നേരം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നത്, CC ചൂസ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഈ CCയുടെ ഡിസൈൻ എങ്ങനെയാണെന്ന് ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. അന്നേരം ഫേസ് മാർജിൻ പ്രോപ്പറായിട്ട് 60 ഡിഗ്രി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ CC ചൂസ് ചെയ്യുന്നത്. അന്നേരം CCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് CC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ് 2.2 divided by 10 times എന്താണ് CL. ഈ CLനെ കാട്ടിയും CL ഇൻറ്റു 2.2 divided by 10 അതിനെക്കാട്ടിയും എന്താണ് ലാർജ് വാല്യൂ ആയിരിക്കണം ഏതിൻ്റെ CCയുടെ വാല്യൂ. അന്നേരം ഈ 2 ഡിസൈനും നമ്മളുടെ ഇപ്പം കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ടെയിൽ കറണ്ടിൻ്റെ മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. I5 എന്ന് പറയുന്ന ടെയിൽ കറണ്ടിൻ്റെ മിനിമം വാല്യൂ അത് കണ്ടുപിടിക്കണം. ടെയിൽ കറണ്ട് I5 എന്ന് പറയുന്നത് ഇതാണ് M5 ട്രാൻസിസ്റ്റർ കേട്ടോ. അന്നേരം ഈ M5 ട്രാൻസിസ്റ്റർ, ഇതാണ് M5 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ അല്ലേ. അന്നേരം ഈ M5 ട്രാൻസിസ്റ്ററിലോട്ട് വരുന്ന കറണ്ടാണ് ടെയിൽ കറണ്ട് I5 എന്ന് പറയുന്നത്. അന്നേരം ഈ I5ൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് I5 ഈസ് ഈക്വൽ ടു സ്ലൂ റേറ്റ് ഇൻറ്റു CC. അന്നേരം I5ൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് സ്ലൂ റേറ്റ് ഇൻറ്റു CC ആണ് I5ൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് സ്ലൂ റേറ്റ് സ്പെസിഫിക്കേഷൻ ഈസ് നോട്ട് ഗിവൺ വൺ ക്യാൻ ചൂസ് എ വാല്യൂ ബേസ്ഡ് ഓൺ ദ സെറ്റിലിംഗ് ടൈം റിക്വയർമെൻറ്റ്സ്. അതായത് സ്ലൂ റേറ്റ് തന്നിട്ടില്ലെങ്കിൽ, സ്ലൂ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ് ദാറ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വർക്ക്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒപ്പാമ്പിൻ്റെ കേസിലും എല്ലാം സ്ലൂ റേറ്റ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് എന്തുമാത്രം ഫാസ്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ് അല്ലേ. ഇഫ് സ്ലൂ റേറ്റ് സ്പെസിഫിക്കേഷൻ ഈസ് നോട്ട് ഗിവൺ വൺ ക്യാൻ ചൂസ് എ വാല്യൂ ബേസ്ഡ് ഓൺ സെറ്റിലിംഗ് ടൈം. അന്നേരം സ്ലൂ റേറ്റ് സ്പെസിഫിക്കേഷൻ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തിനെ ബേസ് ചെയ്ത് വാല്യൂ എടുക്കാം, വാല്യൂ ബേസ്ഡ് ഓൺ ദ സെറ്റിലിംഗ് ടൈം റിക്വയർമെൻറ്റ്. സെറ്റിലിംഗ് ടൈം റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് വാല്യൂ സെലക്ട് ചെയ്യാം. Determine the value that is roughly 10 times faster than the settling time specification. Assume that output slews approximately 1/2 of the supply rate. എന്ന് വെച്ചാൽ അത് എന്താണ് സെറ്റിലിംഗ് ടൈം സ്പെസിഫിക്കേഷനെക്കാട്ടിയും ഒരു 10 times ആയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് റഫായിട്ട് നമ്മൾ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, അന്നേരം നമുക്ക് I5ൻ്റെ മിനിമം വാല്യൂ എന്ന് വെച്ചാൽ മിനിമം വാല്യൂ ഓഫ് ടെയിൽ കറണ്ട് I5 നമുക്ക് ഈ ഒരു ഇക്വേഷൻ I5 ഈസ് ഈക്വൽ ടു സ്ലൂ റേറ്റ് ഓഫ് CC ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു I5 എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ കറണ്ട്, ഈ ഒരു കറണ്ട് കണ്ടുപിടിച്ചു.
ഈ സി സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു, സി എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ എന്താണ് നമ്മൾ ഇതിൽ മൊത്തത്തിൽ യൂസ് ചെയ്യുന്ന എന്താണ് ആ ഡിവൈസിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചു അല്ലേ. ഡിവൈസ് ലെങ്ത് സെലക്ട് ചെയ്തു. ഡിവൈസ് ലെങ്ത് എന്ന് പറയുന്നത് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്? ചാനൽ ലെങ്ത് മോഡുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറയുന്നത് എന്തിൽ മെയിനായിട്ടുള്ള ഒരു ഫാക്ടറാണ്? ആംപ്ലിറ്റ്യൂഡ് ഗെയിൻ കൺസിഡർ ചെയ്യുന്നതിൽ മെയിനായിട്ടുമുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി അടുത്തത് വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ആണ്. നമുക്ക് ഹിയർ വി ആർ യൂസിങ് 7 ട്രാൻസിസ്റ്റേഴ്സ് അല്ലേ. M1, M2, M3, M4, M5, M6, M7. 7 transistors we are using in this circuit. So we have to find the aspect ratios of each transistors. നമുക്ക് ഈ ഓരോ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ആസ്പെക്ട് റേഷ്യോസ് കണ്ടുപിടിക്കണം. What do you mean by aspect ratio? Aspect ratio is the ratio of width to length ratio of the transistor. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ width to length ratioയാണ് നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ദ ഡിസൈൻ ഇക്വേഷൻ ഫോർ W/L of 3 എന്ന് വെച്ചാൽ തേർഡ് ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോനുള്ള ഇക്വേഷനാണ്. ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. I5 ഡിവൈഡഡ് ബൈ K3 ഇൻറ്റു VDD മൈനസ് Vin മാക്സ് മൈനസ് VTO3 മാക്സ് പ്ലസ് VT1 മാക്സ് ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ആസ്പെക്ട് റേഷ്യോ ഓഫ് ദ തേർഡ് ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണ് I5 ഡിവൈഡഡ് ബൈ K3 ഇൻറ്റു VDD മൈനസ് Vin മാക്സ് മൈനസ് VTO3 മാക്സ് പ്ലസ് VT1 മാക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇഫ് ദ വാല്യൂ ഡിറ്റർമിൻഡ് ഫോർ W/L of 3 is less than 1, then it should be increased to a value that minimizes the product of W and L. നമ്മൾ ഈ ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂ W/L of 3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1ൽ താഴെയാണെങ്കിൽ ദെൻ ഇറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു എ വാല്യൂ. അത് നമുക്ക് 1ൽ താഴെയാണെങ്കിൽ ആ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. ദാറ്റ് മിനിമൈസസ് ദ പ്രോഡക്റ്റ് ഓഫ് W and L. ഓക്കെ, this minimizes the area of gate region which in turn gate capacitance. അത് എന്തിന് കാരണമാക്കാം? അത് ഏരിയ, ഗേറ്റ് റീജിയൻ്റെ ഏരിയ എന്താണ് മിനിമൈസ് ചെയ്യാൻ കാരണമാക്കും. ഗേറ്റ് റീജിയൻ്റെ ഏരിയ മിനിമൈസ് ചെയ്യുന്നത് കൊണ്ട് ഗേറ്റ് കപ്പാസിറ്റൻസ്, മോസ്ഫെറ്റിൽ വരുന്ന എന്താണ് ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ആണ് ഗേറ്റ് കപ്പാസിറ്റൻസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അന്നേരം അത് എന്തിന് കാരണമാക്കും? ദിസ് മിനിമൈസസ് ദ ഏരിയ ഓഫ് ഗേറ്റ് റീജിയൻ്റെ ഏരിയ മിനിമൈസ് ചെയ്യും. വിച്ച് ഇൻ ടേൺ ഗേറ്റ് കപ്പാസിറ്റൻസ്. അത് എന്തിന് കാരണമാകും? ഗേറ്റ് കപ്പാസിറ്റൻസ് കുറയാൻ കാരണമാണ്. ദിസ് ഗേറ്റ് കപ്പാസിറ്റൻസ്, ആ ഒരു ഗേറ്റ് കപ്പാസിറ്റൻസിന് അത് കാരണമാകും. ഗേറ്റ് കപ്പാസിറ്റൻസ് അവിടെ ഡെവലപ്പ് ആവാൻ കാരണമാകും. ദിസ് ഗേറ്റ് കപ്പാസിറ്റൻസ് കോൺട്രിബ്യൂട്ട് ടു ദ മിറർ പോൾ വിച്ച് മേ കോസ് ഡീഗ്രഡേഷൻ ഇൻ ഫേസ് മാർജിൻ. അന്നേരം ഇവിടെ നമ്മൾ ഈ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ, ട്രാൻസിസ്റ്ററിൻ്റെ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ W/L റേഷ്യോ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു എ വാല്യൂ ദാറ്റ് മിനിമൈസസ് ദ പ്രോഡക്റ്റ് ഓഫ് W and L. ഓക്കെ, അത് എന്തിന് കാരണമാക്കും? അത് ഇല്ലെങ്കിൽ എന്തിന് കാരണമാക്കും? അത് ഗേറ്റ് ഏരിയ റെഡ്യൂസ് ചെയ്യാൻ കാരണമാക്കും. വിച്ച് ഇൻട്രൊഡ്യൂസസ് ഗേറ്റ് കപ്പാസിറ്റൻസ്. അത് അതുമൂലം എന്ത് ഉണ്ടാവും? ഒരു ഗേറ്റ് കപ്പാസിറ്റൻസ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഗേറ്റ് കപ്പാസിറ്റൻസ് കോൺട്രിബ്യൂട്ട് ടു മിറർ പോൾ വിച്ച് മേ കോസ് ഡീഗ്രഡേഷൻ ഓഫ് ഫേസ് മാർജിൻ. അതൊരു മിറർ പോൾ ഉണ്ടാക്കുകയും ആ മിറർ പോളിൻ്റെ എഫക്റ്റ് മൂലം ഫേസ് മാർജിൻ കുറയുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് പോൾസ് എങ്ങനെ ഫേസ് മാർജിനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം. അന്നേരം ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ആ W/L of 3 മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഗേറ്റ് ഏരിയ. അങ്ങനെ ഗേറ്റ് ഏരിയയുടെ കുറവ് മൂലം എന്തിന് കാരണമാവും? ഗേറ്റ് കപ്പാസിറ്റൻസ് അവിടെ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഗേറ്റ് കപ്പാസിറ്റൻസ് കോസസ് അല്ലെങ്കിൽ ദാറ്റ് ഗേറ്റ് കപ്പാസിറ്റൻസ് കോൺട്രിബ്യൂട്ട് എ മിറർ പോൾ ആൻഡ് ദാറ്റ് മിറർ പോൾ വിൽ റെഡ്യൂസ് ദ ഫേസ് മാർജിൻ ഓഫ് ദ എൻ്റയർ സർക്യൂട്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇനി അടുത്തതാണ് റിക്വയർമെൻറ്റ്സ് ഫോർ ദ ട്രാൻസ് കണ്ടക്റ്റൻസ് ഓഫ് ഇൻപുട്ട് ട്രാൻസിസ്റ്റർ. അന്നേരം ഇനി അടുത്ത നമുക്ക് എന്താണ് ഇൻപുട്ട് ട്രാൻസിസ്റ്റർ. വി ആർ യൂസിങ് M1.
M1 ആസ് ഇൻപുട്ട് ട്രാൻസിസ്റ്റർ അല്ലേ, നമ്മൾ M1 എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ട്രാൻസിസ്റ്ററാണ്. അന്നേരം ഈ ഇൻപുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ റിക്വയർമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ദ റിക്വയർമെൻറ്റ്സ് ഫോർ the transconductance of input transistor can be determined by knowledge of CC and gain bandwidth of transconductance. അന്നേരം നമുക്ക് ഈ ഇൻപുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ്കണ്ടക്റ്റൻസ് നമുക്ക് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് എത്രയാണെന്നും അതേപോലെ എന്താണ് സി സിയുടെ വാല്യൂ എത്രയാണെന്നും അറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ട്രാൻസ്കണ്ടക്റ്റൻസ് ഓഫ് ഇൻപുട്ട് ട്രാൻസിസ്റ്റർ. അന്നേരം നമുക്ക് അതിൻ്റെ എന്താണ് ട്രാൻസ്കണ്ടക്റ്റൻസ്, ഇൻപുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ്കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാം. ഇൻപുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ്കണ്ടക്റ്റൻസിനുള്ള ഇക്വേഷനാണ് GM is equal to gain bandwidth into CC, GB into CC എന്നുള്ളത്. അന്നേരം GM എന്താണ് ട്രാൻസ്കണ്ടക്റ്റൻസ് is equal to gain bandwidth into CC. ഓക്കെ, ദ ആസ്പെക്ട് റേഷ്യോ, ഇനി നമുക്ക് ഈ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോ ക്യാൻ ബി ഡയറക്ട്ലി ഒബ്റ്റൈനബിൾ ഫ്രം GM1. ഈ GM1ൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷനാണ് W/L ഓഫ് 1 is equal to GM1 സ്ക്വയർ ഡിവൈഡഡ് ബൈ K1 ഡാഷ് ഇൻറ്റു I5. അന്നേരം നമുക്ക് എന്താണ് ഈ ഒരു ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ GM1 നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ്ഫർ കണ്ടക്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ട്രാൻസ്ഫർ കണ്ടക്റ്റൻസ് ഏതൊക്കെ അറിഞ്ഞാൽ മതി, നമുക്ക് ഇതിൻ്റെ ഗെയിൻ ബാൻഡ് വിഡ്ത്തും അതേപോലെ CCയുടെ വാല്യൂം അറിയാമെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും ഈ ഒരു എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയാമെങ്കിൽ എന്ന് വെച്ചാൽ GM-ൻ്റെ വാല്യൂ നമുക്കറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഇറ്റ്സ് ആസ്പെക്ട് റേഷ്യോ. നമുക്ക് ആ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ എന്താണ് S1 is equal to W/L ഓഫ് വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് GM സ്ക്വയർ ഡിവൈഡഡ് ബൈ GM സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിനെ GM1 സ്ക്വയർ എന്ന് എഴുതാം. GM1 സ്ക്വയർ ഡിവൈഡഡ് ബൈ K1 ഡാഷ് ഇൻറ്റു I5. അന്നേരം അതായിരിക്കും ഏത് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കേസിലുള്ള ഈ ഒരു M1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ കേസിലുള്ള ആസ്പെക്ട് റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് VDS5 കണ്ടുപിടിക്കാം. VDS5 എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ആണ്. ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ആണ് VDS5 എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാം. അന്നേരം ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിനുള്ള ഇക്വേഷനാണ് VDS5 is equal to Vin minimum. VDS5 എന്ന് പറയുന്നത് എന്താ Vin minimum മൈനസ് VSS മൈനസ് IS ബൈ β1 ദ ഹോൾ സ്ക്വയർ മൈനസ് VT1 മാക്സ്. ഓക്കെ, അന്നേരം ഈ VT1 എന്ന് പറയുന്നത് അതിൻ്റെ ത്രഷോൾഡ് വോൾട്ടേജ് ആണ് കേട്ടോ. ത്രഷോൾഡ് വോൾട്ടേജ് ആണ് VT1 എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് VDS5യുടെ ഇക്വേഷൻ Vin മിനിമം മൈനസ് VSS മൈനസ് IS ബൈ β1 ദ ഹോൾ സ്ക്വയർ മൈനസ് VT1 മാക്സ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് VDS5 കിട്ടും. ഇനി നമുക്ക് W/L ഓഫ് 5 കണ്ടുപിടിക്കാം. W/L ഓഫ് 5 എന്ന് പറയുന്നത് ആ ഫിഫ്ത്ത് ട്രാൻസിസ്റ്ററിൻ്റെ നമ്മൾ കറണ്ട് സിങ്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ആണ് W/L ഓഫ് 5 എന്ന് പറയുന്നത്. അന്നേരം ഈ I5 നമുക്ക് W/L ഓഫ് 5 കണ്ടുപിടിക്കുന്നത് I5ഉം അതേപോലെ നമുക്ക് ഈ VDS5ഉം നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈ S5 കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ S5 is equal to W/L ഓഫ് 5 ആണ്. അന്നേരം S5 എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. S5 അല്ലെങ്കിൽ W/L ഓഫ് 5 is equal to 2I5 ഡിവൈഡഡ് ബൈ K5 ഡാഷ് ഇൻറ്റു VDS5. അന്നേരം നമുക്ക് I5ൻ്റെ വാല്യൂയും അതേപോലെ VDS5ൻ്റെ വാല്യൂയും അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് W/L ഓഫ് 5. ഓക്കെ, ഒരു കാര്യം ഞാൻ ഒന്ന് ചേർത്തോട്ടെ. ഇത് എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഫസ്റ്റ് ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മളെ ബേസിക് ഇക്വേഷൻ, ബേസിക് ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. GM-ൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് GM is equal to എന്താണ് √2 μN COX ഇൻറ്റു W/L ഇൻറ്റു
എന്താണ് ID, W/L ഇൻറ്റു ID. ഇതാണ് നമ്മുടെ ബേസിക് ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഇതിനകത്ത് GM ഈസ് ഈക്വൽ ടു √2μnCoxന് പകരമാണ് എന്തിട്ട് കൊടുക്കുന്നത്, K എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. അന്നേരം ഇതിന് K ഇൻറ്റു W/L ഇൻറ്റു ID എന്ന് നമുക്ക് എഴുതാം, W/L ഇൻറ്റു ID എന്ന് എഴുതാം. അന്നേരം ഇതിനകത്തുനിന്ന് നമുക്ക് എന്താണ് ID സ്ക്വയർ രണ്ടിടത്തും എടുക്കുന്നു. അന്നേരം നമുക്ക് GM² ഈസ് ഈക്വൽ ടു K ഇൻറ്റു W/L ഇൻറ്റു ID എന്ന് എഴുതാം, ID എന്ന് എഴുതാം. ഇതിനകത്തുനിന്ന് W/L ഈസ് ഈക്വൽ ടു ഇതിനകത്തുനിന്ന് W/L ഈസ് ഈക്വൽ ടു എന്താണ് GM² ഡിവൈഡഡ് ബൈ KID എന്ന് നമുക്ക് കിട്ടും കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ S1 എന്ന് പറയുന്നത് നമ്മൾ ഈ രീതിയിലൊക്കെ എഴുതിയത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാമെന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. നമുക്ക് ഈ ഒരു ഡിസൈൻ ഇക്വേഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിരുന്നാൽ മതി. നമുക്ക് ഈ ഡിസൈൻ ഇക്വേഷൻസ് ആണ് വേണ്ടുന്നത്. ഓക്കെ, സോ നമ്മുടെ S5 ഇവിടുത്തെ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. W/L of 5 ഈസ് ഈക്വൽ ടു 2I5 ഡിവൈഡഡ് ബൈ K5 ഇൻറ്റു VDS5 ദ ഹോൾ സ്ക്വയർ എന്ന് കഴിഞ്ഞു. ഓക്കെ, അന്നേരം ഡിസൈൻ ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓപ്പ് ആമ്പ് ഈസ് കംപ്ലീറ്റഡ്. അന്നേരം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഡിസൈൻ നമ്മൾ ഏതാണ്ട് കംപ്ലീറ്റ് ആക്കി. ഇനി ഫോർ ഫേസ് മാർജിൻ, ഇനി അടുത്തത് നമുക്ക് എന്താണ് ഫേസ് മാർജിൻ 60 ഡിഗ്രി കിട്ടണം അല്ലേ. ഫോർ എ ഫേസ് മാർജിൻ ഓഫ് 60 ഡിഗ്രി the location of output pole was assumed to be placed at 2.2 times gain bandwidth based on this assumption and a relationship for P2. The transconductance of GM6 can be calculated as നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു, നമ്മൾ ഈ 60 ഡിഗ്രി ഫേസ് മാർജിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന 2.2 ടൈംസ് അല്ലായിരിക്കും ഔട്ടർ പോൾ P2 നമ്മൾ പ്ലേസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത് വെച്ചിട്ട് CCയുടെ ഒരു ഡിസൈൻ ഇക്വേഷന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഗെയിൻ മാർജിൻ നമുക്ക് ആ ഫേസ് മാർജിൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിസ്ത് ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ GM6 എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ് കണ്ടക്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ M6 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ് കണ്ടക്റ്റൻസിനുള്ള ഇക്വേഷനാണ് 2.2 ഇൻറ്റു GM2 ഇൻറ്റു CL/CC എന്ന് പറയുന്നത്. അന്നേരം ഈ സിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ് കണ്ടക്റ്റൻസിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2.2 GM2 CL/CC. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദ ട്രാൻസ് കണ്ടക്റ്റൻസ് ഓഫ് സിക്സ്ത് ട്രാൻസിസ്റ്റർ. അങ്ങനെ ഈ GM6 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ we can find the width to length ratio of sister transistor by using this equation. അന്നേരം നമുക്ക് സിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ W/L റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. S66 ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ആസ്പെക്ട് റേഷ്യോ ഓഫ് സിസ്റ്റർ ട്രാൻസിസ്റ്റർ ഈസ് ഈക്വൽ ടു ആസ്പെക്ട് റേഷ്യോ ഓഫ് ഫോർത്ത് ട്രാൻസിസ്റ്റർ ഇൻറ്റു GM6 ഡിവൈഡഡ് ബൈ GM4. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് സിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ആറാമത്തെ M6 എന്ന് പറയുന്ന ആറാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ നമുക്ക് ആസ്പെക്ട് റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, അന്നേരം നമുക്ക് GM6ഉം ഇതേപോലെ GM6ഉം അതേപോലെ ഈ S6ൻ്റെയും വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന M6 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു M6 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാം. ആ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് IC ഈക്വൽ ടു എന്താണ് GM6² ഡിവൈഡഡ് ബൈ 2K6- ഇൻറ്റു W/L of 6. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് I6 വഴി എന്ന് വെച്ചാൽ M6 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാം. ഓർ വി ക്യാൻ ഫൈൻഡ് നമുക്ക് ഈ S6 നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. S6 is equal to W/L of 6 which is equal to GM6 divided by K6- into VDS6 at 6 saturation. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തും നമുക്ക് എന്താണ് സിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോ കണ്ടുപിടിക്കാം. അന്നേരം നമ്മൾ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. അത് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അതാണ് നമുക്ക് S5ൻ്റെ ഇക്വേഷൻ 2I5 ഡിവൈഡഡ് ബൈ K5- ഇൻറ്റു VDS5 ദ ഹോൾ സ്ക്വയർ. അതേപോലെ S6ൻ്റെ ഇക്വേഷൻ എന്താ നോക്ക്. S6ൻ്റെ ഇക്വേഷൻ എന്താണ് GM6 ഡിവൈഡഡ് ബൈ K6- ഇൻറ്റു VDS6 ദ
VDS6 എന്ന് നമുക്ക് എഴുതാം. ഈ രീതിയിൽ നമുക്ക് ഓരോരോ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓരോരോ ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കുക, എന്തെല്ലാം മാറ്റങ്ങൾ ഓരോ ഇക്വേഷനിൽ വരുന്നു എന്നുള്ളത് നോക്കി വെച്ചേക്കുക. ഈ രീതിയിൽ S6-ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ കണ്ടുപിടിക്കാം. ഇനി അടുത്ത S7 എന്ന് പറയുന്നത് 7th ട്രാൻസിസ്റ്ററാണ്. M7 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. M7-ൻ്റെ ആസ്പെക്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് W/L of 5 × I6 ഡിവൈഡഡ് ബൈ I5. I6/I5 എന്ന് പറയുന്നത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു M7 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ ഈ W/L of 5 എന്ന് പറയുന്നതല്ലേ S5, അന്നേരം S5 × I6 ഡിവൈഡഡ് ബൈ I5. അന്നേരം ഈ ഇക്വേഷൻസ് നമ്മുടെ ഡിസൈൻ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഓക്കെ, അന്നേരം ഇതാണ് ഡിസൈൻ ഓഫ് ടു സ്റ്റേജ് ഒപ്പാം. ഡിസൈൻ ഓഫ് ടു സ്റ്റേജ് ഒപ്പാം എന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് 2 ഡിഫറൻഷ്യൽ പെയർ, അതിൽ ഒരു കാസ്കോഡ് ലോഡ്, കറണ്ട് മിറർ ലോഡ്, കാസ്കോഡല്ല കറണ്ട് മിറർ ലോഡ്, എന്നിട്ട് ബയാസിങ് പ്രൊവൈഡ് ചെയ്യാൻ M5, പിന്നെ നമ്മുടെ അപ്പോൾ ആ ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഈ ഒരു 2 സ്റ്റേജ് സർക്യൂട്ട്. ഓക്കെ, അന്നേരം നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റേജിൻ്റെ കാര്യങ്ങൾ തൊട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ എടുത്തത് എന്താണ്, ഇതിൻ്റെ ഡിവൈസ് ലെങ്ത് നമ്മൾ ചൂസ് ചെയ്തു. ഡിവൈസ് ലെങ്ത് ചൂസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ ആണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ചാനൽ ലെങ്ത് മോഡുലേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ചാനൽ ലെങ്ത് മോഡുലേഷൻ എന്ന് പറയുന്ന ആംപ്ലിഫയറിൻ്റെ ഗെയിനിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്, ഈ ഇതിൻ്റെ CCയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിനകത്ത് ഒരു CC എന്ന് പറയുന്ന കപ്പാസിറ്ററും അതേപോലെ CL എന്ന് പറയുന്ന കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ CC എന്ന് പറയുന്ന കപ്പാസിറ്ററാണ് കോമ്പൻസേഷൻ കപ്പാസിറ്റർ. അന്നേരം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ആ പോൾ, ആ ഫ്രീക്വൻസി, ആ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് ഏതാണ്ട് 60 ഡിഗ്രി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അന്നേരം ആ 60 ഡിഗ്രി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്ററാണ് വെച്ചേക്കുന്നത്. അന്നേരം അതിനൊരു ഇക്വേഷൻ, ഡിസൈൻ ഇക്വേഷൻ ഉണ്ട്, CC > or = 2.2/10 times CL. അന്നേരം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് CCയും അതേപോലെ CLും കണ്ടുപിടിക്കാം. ഇനി ഇതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യുന്നത് I5-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. I5 എന്ന് പറയുന്നത് ഈ കറണ്ടാണ്, M5-ൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I5. അന്നേരം I5-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലൂ റേറ്റ് × CC1 ആണ്. ഓക്കെ, അന്നേരം ഈ സ്ലൂ റേറ്റ് ചിലപ്പം തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ സെറ്റിലിംഗ് ടൈം സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, I5-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് നമ്മൾ ഓരോന്നിൻ്റെയും വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെയും M3-യുടെ, M4-ൻ്റെ, M5-ൻ്റെ, M6-ൻ്റെ, M7-ൻ്റെ, M1-ൻ്റെ, അതേപോലെ എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെയും ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെയും വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് പല ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഓക്കെ, അന്നേരം W/L of 3-യുടെ ഇക്വേഷൻ ഇതാണ്. W/L of 1, W/L of 5, W/L of 6, W/L of 6, അങ്ങനെ എല്ലാ വാല്യൂസും നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ രീതിയിൽ എന്താണ് നമുക്ക് എല്ലാം അതേപോലെ ദീസ് ആർ ദി ഡിസൈൻ ഇക്വേഷൻസ്. അന്നേരം ഇതാണ് എന്താണ് ഡിസൈൻ ഓഫ് 2 സ്റ്റേജ് ഒപ്പാം എന്ന് പറയുന്നത്. അന്നേരം അടുത്ത ക്ലാസ്സുമായി കാണാം. See you.